കേരള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ തടസ്സപ്പെടുത്തുന്ന പുതിയ ഓർഡർ കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ മേടിക്കുന്ന സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി അത് തിരുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൽ 62 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷന്റെ പൊതുവായ നമ്മുടെ ലിസ്റ്റുള്ളത്. ആ 62 ലക്ഷം പേര് ക്ഷേമ പെൻഷൻ പല ഇനത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ മേടിക്കുന്നതിൽ 25 ലക്ഷത്തിലധികം ആളുകൾ ബാങ്ക് വഴിയുള്ള ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ഓപ്റ്റ് ചെയ്തതാണ്. പകുതിയോളം ആളുകൾ ബാങ്കിലെ ട്രാൻസ്ഫർ ഓപ്റ്റ് ചെയ്തവരാണ്. അവരുടെ തന്നെ അഭിപ്രായം സ്വീകരിച്ച് അതുവഴി അവർ കൊടുക്കുന്നതാണ്. ബാക്കിയുള്ള ആളുകൾ നേരിട്ട് ഈ ക്ഷേമ പെൻഷൻ വീടുകളിൽ കൊണ്ടെത്തിച്ച് മേടിക്കുന്നവരാണ്. അതിനകത്ത് കിടപ്പ് രോഗികൾക്ക് മാത്രമേ ഇപ്പോൾ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം ക്ഷേമ പെൻഷൻ മേടിക്കുന്ന വളരെ സാധാരണക്കാരായ പ്രായമുള്ള ബാങ്കുകളിലേക്കൊന്നും പോയി ഇത് കളക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളെ ബാധിക്കും. അപ്പോൾ ഇതുവഴി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെല്ലാം ബാങ്കിലേക്കുള്ള അക്കൌണ്ടൊക്കെയായി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുറേ മാസക്കാലത്തേക്ക് ഈ ക്ഷേമ പെൻഷൻ ആകെ തടസ്സപ്പെടും. ഇപ്പോഴും നിർത്തും, കുറച്ചു കാലത്തേക്ക് തടസ്സപ്പെടും. ക്ഷേമ പെൻഷൻ പിന്നെ കിട്ടാതെ കുറേ ആളുകൾക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷന് തടസ്സമുണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഈ ഉത്തരവ് സഹായകരമാവത്തുള്ളൂ. നേരത്തെ പോസ്റ്റ് ഓഫീസ് വഴി നടത്താനൊരു ശ്രമം നടത്തിയിരുന്ന കൃത്യമായ ആളുകൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഈ സഹകരണ ബാങ്ക് വഴി കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. എല്ലാ മേഖലയിലും സഹകരണ ബാങ്കുകൾ വഴി ഓപ്റ്റ് ചെയ്ത് കുറച്ച് ആളുകൾ മേടിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇപ്പോൾ പറഞ്ഞേക്കുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ കേന്ദ്ര ഗവൺമെന്റ് വഴിയുള്ള DBT വഴിയുള്ള ട്രാൻസ്ഫറെ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം ബാങ്ക് വഴി കണക്ട് ചെയ്തില്ലെങ്കിൽ നടക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിന്ന് കിട്ടുന്ന പെൻഷൻകാർ ആകെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. ചെറിയ തുകയാണ്. നമ്മൾ 8 ലക്ഷത്തി ചില്ലാനം ആളുകൾക്ക് മാത്രമാണ് സെൻട്രൽ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു പെൻഷൻ കിട്ടുന്നത്. അതൊരു 300 രൂപ മുതൽ 500 വരെ, ആകെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. അവരുടെ മുഴുവനും നമ്മൾ DBT ആക്കിയിട്ടുണ്ട്. നേരത്തെ പലതവണ ഞങ്ങൾ അന്ന് ഗവൺമെന്റുള്ള സമയത്ത് യോഗം ചേർന്ന് അവരുടെ എല്ലാം നേരിട്ട് ബാങ്ക് ട്രാൻസ്ഫർ എന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. ആധാർ ലിങ്ക് ചെയ്തതാണ് മിക്കവാറും എല്ലാ ക്ഷേമ പെൻഷനും ആധാർ ലിങ്ക് ചെയ്യുന്നതിന് നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വർഷവും ഇത് പുതുക്കുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നേരത്തെ നടപ്പിലായതാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിന്ന് കിട്ടുന്ന പണത്തിന് യാതൊരു തടസ്സവും വരില്ല. ബാങ്കുകളുമായിട്ടുള്ള റീകൺസിലിയേഷൻ കൃത്യമായിട്ട് നടത്താവുന്നതാണ്. യഥാർത്ഥ പ്രശ്നം ഏറ്റവും പ്രായമുള്ളവരും സാധാരണക്കാരും പുറത്തേക്ക് കിടപ്പ് രോഗികളൊന്നും അല്ല, പക്ഷേ പുറത്തേക്ക് ബാങ്കിൽ പോയി കാര്യങ്ങൾ മേടിക്കാൻ പറ്റാത്ത ആളുകളുമായിട്ടുള്ളവർക്ക് ഇനി ഇതെല്ലാം ആയി വരുന്നതിന് വലിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇത് പതുക്കെ ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന സമ്പ്രദായം ദുർബലപ്പെടുത്താനും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നാവും. നേരത്തെ ഈ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ സിസ്റ്റം കൊണ്ടുവന്നിരുന്നു ഗ്യാസ് സബ്സിഡിക്ക്. അന്ന് ഗ്യാസ് സബ്സിഡി കിട്ടുന്ന ആളുകൾക്ക് പറഞ്ഞു ഈ സബ്സിഡി ഉള്ളവർക്കെല്ലാം ബാങ്ക് അക്കൌണ്ട് വഴി തരാം. അവസാനം 2-3 മാസം കൊടുത്തു, പിന്നെ ആ സബ്സിഡി ഇല്ല. ബാങ്ക് വഴി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പലപ്പോഴും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഇല്ലാതാക്കിയ പോലെ ഇവിടെ ചെയ്യാനാണ്. ഇത് തന്നെയാണ് സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന സ്ത്രീ സുരക്ഷാ ഫണ്ടിന്റെ കാര്യത്തിനകത്ത് അതും തുടർന്ന് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഏറ്റവും പാവപ്പെട്ട ആളുകൾ അവർക്കാണെങ്കിൽ ഈ കയ്യിൽ പണം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിലെ ഒരു സ്വത്തായിട്ട് വെച്ച് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം, മരുന്ന് മേടിക്കാനോ ചെറിയ കാര്യങ്ങൾക്കൊക്കെ. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് മേടിക്കേണ്ടി വരും അഥവാ അക്കൌണ്ടിലായി കഴിഞ്ഞാൽ. അപ്പോൾ വേറൊരാളെ ഏൽപ്പിച്ച് വിട്ടാൽ അവർ ഈ ബാങ്ക് അക്കൌണ്ട് ഉണ്ടെന്ന് ഈ പ്രായമായ വളരെ ദുർബലരായ വിഭാഗമാണ് ഈ ഇത്രയും ഇത് കിട്ടുന്നത്. അവർക്ക് കയ്യിലേക്ക് പണം കിട്ടാതെ വരും. അതൊരു വലിയ അപകടകരമായ സ്ഥിതിയാണ്. ഇപ്പോഴും മണി ഓർഡർ പോലെയുള്ള കാര്യങ്ങൾ പെൻഷനകത്തുണ്ടല്ലോ. ഇപ്പൊ മറ്റ് പെൻഷൻ മേടിക്കുന്നവർക്ക് സർവീസ് പെൻഷനകത്ത് മണി ഓർഡറൊക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് നേരിട്ട് ആ പണം കിട്ടുന്ന സംവിധാനമുള്ളത്? ആ സംവിധാനം അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാനാണ്. അതില്ലാതാക്കുന്നെന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ ഗവൺമെന്റ് മറ്റെല്ലാ മേഖലയിലും ഓരോന്നും ചെയ്ത് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത് പോലെ ഇതും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കാര്യം പുനഃസ്ഥാപിക്കണം. സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടുന്ന ആ സമ്പ്രദായം അവർക്ക് കിട്ടുന്ന വളരെ പരിമിതമായ ഒരു സഹായമാണ്. ആ സഹായം തുടർന്നും കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ അതിശക്തമായ ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, ആ വിഭാഗം ആളുകളുടെ ഭാഗത്തുനിന്ന് തന്നെ ശക്തമായ പ്രതിഷേധം വരും. എന്തായാലും ഇങ്ങനെ ഒരു പാവപ്പെട്ട ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം ഇല്ലാതാക്കാനല്ല, വാഗ്ദാനം 3000 രൂപയാക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് അധികാരത്തിലേക്ക് വന്ന UDF ഗവൺമെന്റിനെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതല്ല, വലിയതായിട്ട് ഇത് വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് ഉള്ളതുപോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള ശ്രമമായിരുന്നു വരുന്നത്. അതിനെ ശക്തമായിട്ട് അതിനകത്ത് പ്രതിഷേധം അറിയിക്കുകയാണ്. അടിയന്തരമായിട്ട് അത് തിരുത്തും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.